ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. ആർക്കും ഉണ്ടാക്കാൻ പറ്റും. അധിക സമയമൊന്നും വേണ്ട. വെറും 10 മിനിറ്റ് മാത്രം മതിയാവും കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കറിക്ക് ആവശ്യമായിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് 3 തക്കാളിയാണേ. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ്. അതിനെ ഒന്ന് ചെറുതായിട്ട് കട്ടി കുറച്ച് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. അതിനെ നമുക്കൊരു വേവിക്കാനുള്ള ഏത് പാത്രമായാലും കുഴപ്പമില്ല, അതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു ചീൻചട്ടിയാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ 2 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ടൊന്ന് കട്ടി കുറച്ച് നല്ല രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ കട്ടി കുറച്ച് അരിഞ്ഞ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ എളുപ്പമുണ്ടാവും. അതുകൊണ്ടാണ് അതും കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണേ. പച്ചമുളകോ അല്ലാത്ത മുളകോ എന്തായാലും കുഴപ്പമില്ല. ഞാനിവിടെ 2 പച്ചമുളകാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഉപ്പ് കുറച്ചിട്ട് കൊടുത്തിട്ട് പിന്നീട് ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാൻ എന്തായാലും ആവശ്യത്തിന് ഇപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു കുറച്ച് വെള്ളം കൂടി, അതായത് അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊരു കുറച്ച് നേരം വേവാനായിട്ട് വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കഷ്ടി മതിയാവുമേ. ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങ ചിരകിയതാണ് കേട്ടോ. അപ്പോൾ ഒരു അരമുറി തേങ്ങയോളം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ ചേർക്കുന്നത് അവനവൻ്റെ ഇഷ്ടമാണ്. ഞാൻ എന്തായാലും ഇന്ന് ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, കറിയൊക്കെ വെക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. വല്ലപ്പോഴും ഒക്കെ ആയ കുഴപ്പമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ നമ്മുടെ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കുഞ്ഞി കഷ്ണം കറുവപ്പട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം, എന്ന് വെച്ചാൽ ഒത്തിരി വെള്ളമല്ല, ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് നല്ല വെണ്ണ പരുവത്തിൽ വേണം നമ്മളൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അരിഞ്ഞ് കിട്ടണം എന്നില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ മുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടത് കൊണ്ട് മുളകധികം ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇത് കണ്ടോ, നല്ല വെണ്ണ പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേവാൻ വെച്ചിരിക്കുന്ന തക്കാളിയും സവോളയും കൂടെ ഒന്ന് നോക്കിയാലോ. ഇതാ ഇത് കണ്ടോ, വെള്ളമൊക്കെ ഒത്തിരി വറ്റിയിട്ടില്ല, എന്നാൽ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. വെള്ളം വറ്റിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനനുസരിച്ച് ചാറിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ എന്തായാലും തക്കാളി ഇതുപോലെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ഈ മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ഒന്ന് ചുറ്റിച്ചും കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇനി ഒരു സ്വല്പം കടുക് ഇട്ട് കൊടുത്തോളുക. കടുകൊന്ന് പൊട്ടി വന്നോട്ടെ കേട്ടോ. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും 2 കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് അതിനെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. ചട്ടി ആയതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഒന്ന് ചെറിയൊരു കളർ മാറി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 2-3 വറ്റൽമുളക് മുറിച്ചിട്ട് വേണമെങ്കിലും കൊടുക്കാം, അല്ലാതെ വേണമെങ്കിലും കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഇത്രയും മതി കടുക് പൊട്ടിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തോളൂ കേട്ടോ. അതിന് മൂത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ മുളകൊക്കെ നല്ല പൊട്ടി നല്ല രീതിയിലൊന്ന് വരും. അതുപോലെ ഉള്ളിയുടെ ആണെങ്കിലും ബ്രൗൺ കളറിലേക്ക് വരും കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ തേങ്ങയുടെ, അതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. വേറൊന്നിനുമല്ല, നമ്മൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി, അതായത് നമ്മൾ ചേർത്തിരിക്കുന്ന മസാലക്കൂട്ടുകളും തേങ്ങയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ്. അതൊന്നും എല്ലാവർക്കും ഇഷ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് മാറ്റിക്കൊടുത്തില്ലെന്ന് ഓർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. സാധാരണ രീതിയിൽ തക്കാളിയിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇവിടെ അതിഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പച്ചമണം ഒന്ന് മാറ്റി മൂപ്പിച്ചെടുക്കാമെന്ന് വെച്ചത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം ഇട്ട് കൊടുത്തപ്പോൾ തന്നെ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തപ്പോഴേ. ഇനി പിന്നെയുണ്ടല്ലോ നമ്മുടെ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒരു സ്വല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയും കൂടെ കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നുണ്ടല്ലോ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. നപ്പൻ്റെ ദാണ്ടേ നമ്മുടെ തേങ്ങയുടെ മിക്സ് എല്ലാം കൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് തിളച്ച് പോവണ്ട, കാരണം വേർവിട്ട് പോകും കേട്ടോ. അതുകൊണ്ടാണ്. എന്നാൽ പിന്നെ നമുക്ക് ആ തിളച്ച് വന്ന സമയത്ത് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും സവോളയൊക്കെ കൂടെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കുക. അതെല്ലാം കൂടെ ഒന്ന് റെഡിയായി വന്നോട്ടെ. അതുകൊണ്ട് തന്നെ കേട്ടോ. പിന്നെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളെല്ലാം തന്നെ, അതായത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നാടൻ കറികളും അല്ലാത്തതുമൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി പറ്റുമെങ്കിൽ ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ ആ കറിയെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കതിലേക്ക്
തിളപ്പിച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, പച്ചവെള്ളം ചേർക്കണ്ട കേട്ടോ. പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കറിയുടെ ആ ടേസ്റ്റ് തന്നെ അങ്ങോട്ട് മാറി വരും. അതായത് തിളപ്പിച്ച കറിയിലേക്കകത്തോട്ട് പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും കറിക്കകത്തോട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ചെറുതനെ ഒന്ന് ആയി വരട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ദാണ്ടെ ഇപ്പം നോക്കിക്കേ, നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയം തൊട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ തേങ്ങയെല്ലാം കൂടെ പിരിഞ്ഞ് മാറിക്കിടക്കും. അപ്പോൾ കറി കാണാനൊരു രസം ഉണ്ടാവില്ല. ടേസ്റ്റൊക്കെ ഉണ്ടാവും, പക്ഷെ കറി കാണാനൊരു രസം ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ. വെള്ളം മാറി തേങ്ങയുടെ പീര മാറി അങ്ങനെ കിടക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നോളുക. മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇനി ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന കറിയെല്ലാം നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ടല്ലോ. ഒരു 1/2 ടീസ്പൂൺ മീറ്റ് മസാലയാണ് കേട്ടോ. അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതല്ല എന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം, ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം, എന്തായാലും കുഴപ്പമില്ല. അതൊരു നല്ല രുചിയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തൊരു 2 മിനിറ്റ് കൂടെ ഒന്ന് കൈകൊണ്ട് തന്നെ ഇളക്കി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ മതിയാവും. അങ്ങനെ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അടിപൊളിയായിട്ട് തോന്നുന്നില്ലേ? എന്നാൽ പിന്നെ ഈ സമയത്ത് കറിയൊക്കെ വെച്ച് കഴിഞ്ഞ സമയത്ത് നല്ല ചൂട് ചോറിന് കൂടെ ഇതുപോലെ കോരി ഒഴിച്ച് നല്ല വിരകി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. വേറൊരു കറിയും വേണ്ട കേട്ടോ. അപ്പോൾ എങ്ങനെ, നമ്മുടെ കറി ഇഷ്ടമായോ? എന്നാൽ പിന്നെ വേഗം തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ഹൈപ്പും കമൻറ്റും ഒക്കെ ചെയ്തോളൂ കേട്ടോ.